ദൂതസംഘം ഇടയവൃന്ദത്തോട് ക്രിസ്തുജന്മം പ്രഘോഷിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, സർവ്വജനത്തിനുണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്നാണ്. അതിനർത്ഥം ദൈവസാമീപ്യം സർവ്വസൃഷ്ടിക്കും ആഹ്ലാദം പകരുന്ന അനുഭവമാണെന്നത്രേ. നിരാശയിലും ഭയത്തിലും വസിച്ചിരുന്ന ജനസമൂഹത്തിന് തിരുപ്പിറവി പ്രത്യാശയേകി. സാധാരണക്കാരനായ ആട്ടിടയരും ജ്ഞാനികളായ വിദ്വാൻമാരും സ്വർഗീയ ദൂതന്മാരും മനുഷ്യനായി പിറന്ന ദൈവവും സമന്വയിച്ച വിശുദ്ധ ഭൂമിയായി ബേത്ലഹേം മാറി. സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള ജനത്തിൻ്റെ കൂടിവരവും ദൈവിക സാന്നിധ്യവുമാണ് മനുഷ്യജീവിതത്തെ സന്തോഷിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് മനുഷ്യന് സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം ഇന്ന് ലോകമെമ്പാടും സമാധാനം നഷ്ടമായിരിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിലാണ് സമാധാനത്തിൻ്റെ സന്ദേശവുമായി ക്രിസ്മസ് സമാഗതമാകുന്നത്. എന്താണ് ക്രിസ്മസ്? സമാധാനപ്രഭുവായ ലോകരക്ഷകന് ഭൂമിയിൽ ഇടം നിഷേധിക്കപ്പെട്ടതിൻ്റെയും ഇടം നൽകിയതിൻ്റെയും ഓർമ്മ പുതുക്കലാണ് ക്രിസ്മസ്. ഇടം നൽകുന്നവന് രക്ഷ നൽകുന്ന യേശു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19:6 നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി യേശുവിനെ കണ്ടുമുട്ടുന്ന സംഭവം സുവിശേഷകനായ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം ഇവിടെ വായിക്കുന്നു. ആളിൽ കുറിയവനായ സഖായിയുടെ യേശുവിനെ കാണുവാനുള്ള ശ്രമം വിജയം കണ്ടെത്തി. അവൻ ഇരുന്ന ഇടത്തേക്ക് നടന്ന യേശു അവനെ പേര് ചൊല്ലി വിളിച്ചു, സഖായി വേഗമിറങ്ങി വാ, ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നവനോട് പറഞ്ഞു. യേശുവിൻ്റെ വിളി കേട്ട് സഖായി താൻ ഇരുന്ന ഒളിവിടം വിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങി യേശുവിനെ കൈക്കൊണ്ടു. സഖായി ആദ്യം തൻ്റെ ജീവിതത്തിൽ യേശുവിന് ഇടം നൽകി. അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തം ചെയ്യുവാൻ തയ്യാറായി. യേശുവിന് ഇടം നൽകുവാൻ വേണ്ടി തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ സക്കായി തയ്യാറായി. അവൻ യേശുവിനെ ജീവിതത്തിൽ സ്വീകരിച്ച് പുതുമനുഷ്യനായി. യേശുവിനെ എൻ്റെ ഭവനത്തിൽ പ്രവേശിപ്പിക്കണമെങ്കിൽ കുടുംബനാഥനായ എനിക്ക് രൂപാന്തരം അല്ലെങ്കിൽ മാനസാന്തരം ആവശ്യമാണ് എന്ന് സക്കായിക്ക് ബോധ്യമായി. യേശുവിനെ സ്വീകരിക്കാൻ തടസ്സമായി നിന്ന അയോഗ്യതകളെല്ലാം പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് പുതുമനുഷ്യനായ സക്കായി യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ആനയിച്ചു. തൻ്റെ ഭവനത്തിൽ യേശുവിന് ഇടം നൽകി. യേശു രക്ഷകളിലൂടെ ഭവനമായി രക്ഷ കണ്ടെത്തി. സക്കായി കുടുംബവും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനവും സന്തോഷവും അനുഭവിച്ചു. സമാധാനപ്രഭുവായ യേശുവിന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനങ്ങളാവുന്ന സത്രങ്ങളിൽ ഇടം നൽകിയിട്ടുണ്ടോ? ഇടം നൽകിയാൽ സമാധാനം മാത്രമല്ല നിത്യരക്ഷയും സ്വായത്തമാക്കാം. രക്ഷകനായ യേശു നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഇടം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇടം നൽകിയാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഇടം നൽകിയാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാം. ഇടം നൽകിയാൽ നമ്മുടെ ജീവിതത്തിൽ രക്ഷ കണ്ടെത്താം. ഒരുപാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇന്നും യേശു ഇടം അന്വേഷിച്ച് ഓരോ ഹൃദയവാതിൽക്കലും മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആരവാരങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഇടയിൽ പലപ്പോഴും ആ ശബ്ദം നാം തിരിച്ചറിയാതെ പോകുന്നു. ആരെങ്കിലും ആ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഇടം നൽകിയാൽ നാം ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആ രക്ഷയുടെ സന്തോഷം നമുക്കും അനുഭവിക്കാം. സമാധാനപൂർണമായൊരു ജീവിതം നയിക്കാം. 2021 വർഷത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ ക്രിസ്മസ് യേശുവിന് നമ്മുടെ ജീവിതത്തിൽ ഇടം നൽകിക്കൊണ്ടായിരിക്കട്ടെ. സമാധാനപൂർണമായിരിക്കട്ടെ. രക്ഷയുടെ സന്തോഷത്തോടെ നമുക്ക് ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കാം. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരവും പ്രത്യാശ നിർഭരമായൊരു ക്രിസ്മസും ഐശ്വര്യസമ്പൂർണവും സമ്പൽസമൃദ്ധമായൊരു പുതുവത്സരവും ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.